ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം. ഉണക്കലരി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കിറ്റുകളിലൊക്കെ ഉണക്കലരി അധികം ആൾക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് പായസം തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3-3.5 കപ്പോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. എനിക്കൊരു 5 വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരാം. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കിലോഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി എന്തായെന്ന് നോക്കാം. നമ്മുടെ ഉണക്കലരി നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ഉണക്കലരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര നന്നായി അരിച്ചെടുത്ത ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാൻ ഇതിലേക്കായിട്ട് ചെറിയ ജീരകവും ചുക്കും ഏലക്കയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 1.25 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാണെങ്കിൽ 1/2 ടീസ്പൂണ് ചുക്കുപൊടിയും 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഏകദേശം പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളക്കാൻ അനുവദിക്കരുത്. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളക്കാൻ അനുവദിക്കാതെ കുറച്ച് സമയം നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചൂടാറി വരുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായി കിട്ടും. ഇനി നമുക്കിതുപോലെ ഒരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽമ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരല്പം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിലോളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. താങ്ക്